ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ മധുരയ്ക്കൊരു യാത്ര പോവാണ് ട്രെയിനിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മധുര മീനാക്ഷി അമ്പലത്തേക്കാണെന്ന്. പക്ഷേ അമ്പലത്തേക്കൊന്നുമല്ല, മധുരയിലാണ്. ചെറിയച്ഛൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അങ്ങനെ നമ്മൾ കുട്ടികളും മക്കളായിട്ട് 10-40 പേരുണ്ട് കേട്ടോ. അപ്പോൾ പുതുനാരത്തിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറുന്നത്. ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് എല്ലാവരും. കൃത്യം 6:20 തന്നെ ട്രെയിൻ എത്തി കേട്ടോ. അപ്പോൾ ട്രെയിനിൻ്റെ സീറ്റ് പിടിക്കാൻ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. സീറ്റ് കിട്ടി. അങ്ങനെ ശ്രീയാമോളും വിപിനും ശ്രായസും മുകളിലിരുന്നു. ബാക്കി ഞങ്ങളൊക്കെ താഴെ ഇരുന്നു കേട്ടോ. ഞങ്ങൾ കയറിയ ശേഷം വീണ്ടും നല്ല തിരക്കായിരുന്നു കേട്ടോ. താഴെ നടക്കുന്ന സ്ഥലത്തൊക്കെയാണ് ആൾക്കാർ ഇരുന്നത്. കിട്ടിയ സീറ്റ് ആർക്കും കൊടുക്കാതെ പിടിച്ചിരിക്കുമ്പോഴാണ് ഏട്ടൻ ഓടി വാന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കി വെളിയിൽ നോക്കിയപ്പോഴാണ് ഒരുപാട് സിനിമയിൽ ഷൂട്ടിംഗ് നടന്ന സ്ഥലമായ മുതലമട കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു. എന്താ ഭംഗി! വെറുതെ അല്ല സിനിമക്കാരൊക്കെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നില്ലേ. അത്രയ്ക്ക് നല്ല കാഴ്ചയാണ് കേട്ടോ മുതലമട സ്റ്റേഷൻ. ഇവിടെ ഒരാൾ കാഴ്ച ആസ്വദിക്കുന്നത് പോലെ തോന്നും, പക്ഷെ അതൊന്നുമല്ല, ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കുകയാണ്. അയ്യോ കാഞ്ചന! ഇത് കാഞ്ചനയും പ്രേതമൊന്നും അല്ല കേട്ടോ, നമ്മുടെ ശിഖാമോളിനെ പുറപ്പെടുവിക്കുകയാണ്. വീട്ടിൽ നിന്നൊന്നും ഇതിനൊന്നും സമയമില്ലല്ലോ. അപ്പോൾ കുട്ടികളൊന്നും എണീക്കാത്തത് കൊണ്ട് അവൾ പുറപ്പെടുവിച്ചത് ട്രെയിനിൽ വെച്ചാണ്. അങ്ങനെ എല്ലാവരും മിണ്ടിയും പറഞ്ഞിരുന്നു. ഇപ്പം തന്നെ ഏകദേശം 9 മണിയായിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇഡ്ഡലി കഴിച്ചു കേട്ടോ. അത് വല്ലാത്തൊരു യുദ്ധമായിരുന്നു. കടല, മുന്തിരി, സമൂസ, ചായ, പിന്നെ പൊറോട്ടയിൽ മധുരം കലർത്തി എന്തോ ഒരു സാധനം എല്ലാം വിൽക്കാൻ വന്നു. എല്ലാവരും ഓരോരോ സാധനങ്ങൾ വാങ്ങിയിട്ട് കഴിക്കുകയായിരുന്നു. അങ്ങനെ നീണ്ട 6 മണിക്കൂറിന് ശേഷം നമ്മൾ മധുര എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയതും നമുക്ക് മിറാണ്ട തന്നു കുടിക്കാൻ. മധുരയിൽ നല്ല ചൂടാണ് കേട്ടോ. നാട്ടിലാണെങ്കിൽ ഇപ്പം നല്ല മഴയും. അങ്ങനെ അവരുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അവർ ചന്ദനവും കുങ്കുമവും ഒക്കെ പെണ്ണിനും ചെക്കനൊക്കെ ഇട്ടു. അതിന് ശേഷമാണ് മോതിരം അണിയിച്ചത്. ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ പതിവ് പോലെ ഭക്ഷണം തന്നെ. നല്ല ചൂട്ടോടെയുള്ള സാമ്പാറും ചോറും രസവും മോരൊക്കെ ഒഴിച്ച് നല്ല പിടിപിടിച്ചു. പിന്നെ റിട്ടേൺ ട്രെയിൻ 3:20 ട്രെയിനിൽ കയറിയപ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഒരേ നിൽക്കാൻ വയ്യാതായപ്പോൾ ഞാൻ മുകളിലോട്ട് കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്